ഹലോ നമസ്കാരം. ഇച്ചാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് പനി വരുമ്പോൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കാത്തതിനെ ഓർത്താണ്, അല്ലേ? പനി സമയത്ത് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കരുത്, അവരുടെ ആരോഗ്യം വേഗത്തിൽ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഭക്ഷണക്രമങ്ങൾ എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. പനി സമയത്ത് കുട്ടികൾക്ക് ശരീരത്തിൽ നിന്ന് ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് ധാരാളം ഫ്ലൂയിഡ് നൽകുക എന്നാണ് നമുക്കിതിൽ മാനേജ്മെന്റ് ചെയ്യാൻ കഴിയുന്നത്. ഇതിനായി തിളപ്പിച്ചാറിയ വെള്ളം ഇടയ്ക്കിടെ കുറച്ചായി നൽകുക. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം അല്പം ഉൾപ്പിട്ട് നൽകുന്നത് ശരീരത്തിലെ ഉപ്പിന്റെ അംശം നിലനിർത്താൻ സഹായിക്കും. പിന്നെ ഇളനീര്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, പ്രകൃതിദത്തമായ ഇലക്ട്രോലൈറ്റുകൾ ഇതിൽ നമുക്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫ്രഷ് ജ്യൂസുകൾ, ഈ ഫ്രഷ് ജ്യൂസ് കൊടുക്കുമ്പോൾ വീട്ടിൽ തന്നെ മാക്സിമം തയ്യാറാക്കി കൊടുക്കാൻ നോക്കുക. ഓറഞ്ച്, മുന്തിരി ഇങ്ങനെയുള്ള ജ്യൂസുകൾ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൽ ഐസ് ചേർക്കരുത്. അതുകൂടാതെ തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത്. പനിയുള്ളപ്പോൾ ദഹന പ്രക്രിയ പതുക്കെ ആയിരിക്കും. അതുകൊണ്ട് ലഘുവായ ഭക്ഷണങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. കുറുക്കുകൾ, റാഗി കുറുക്കിയതോ ഓട്സോ നൽകാം. അതുകൂടാതെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ഇത് നല്ല ഊർജ്ജം നൽകും, ദഹിക്കാൻ എളുപ്പവുമാണ്. ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ട്, എണ്ണ കുറച്ചിട്ട് ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്. ചൂടുള്ള സൂപ്പുകൾ, വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്, ഇതൊക്കെ നൽകുന്നത് കുട്ടികൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാക്കും. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കണം. ചില ഭക്ഷണങ്ങൾ പനി കൂടുമ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മധുരം അധികമുള്ള പലഹാരങ്ങൾ, പഞ്ചസാര അമിതമായുള്ള മിഠായികൾ, കേക്കുകൾ ഇതൊന്നും കൊടുക്കരുത്. കൂടാതെ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ഇത് ദഹിക്കാൻ പ്രയാസമുണ്ടാക്കും. തണുത്ത ഭക്ഷണങ്ങൾ, ഐസ്ക്രീം, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാനീയങ്ങൾ ഇതൊന്നും കൊടുക്കരുത്. ഇതൊക്കെ ഒഴിവാക്കണം. അതുകൂടാതെ ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. പനിയുള്ളപ്പോൾ കുട്ടിക്ക് വിശപ്പ് കുറവായിരിക്കും. പകരം കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി, അതായത് സ്മോൾ ഫ്രീക്വന്റ് മീൽ എന്ന് പറയും, അങ്ങനെ നൽകാൻ ശ്രമിക്കുക. ഭക്ഷണം എപ്പോഴും ഇളം ചൂടോടെ നൽകുന്നതാണ് നല്ലത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പനി 2 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ കുട്ടി അമിതമായി തളരുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ നിർദ്ദേശം തേടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യ സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.